ഇപ്പോൾ കംപ്ലീറ്റ് കണ്ണ് നല്ല ക്ലിയറായി, കണ്ണട കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അൽഹംദുലില്ലാ ഇപ്പോൾ എൻ്റെ മകളുടെ കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി, കോങ്കണ്ണും ശരിയായി. ആ ഓപ്പറേഷൻ ഇല്ലാതെ ജീവന ആയുർവേദം ഹോസ്പിറ്റലിൽ എൻ്റെ മകളെ കണ്ണ് ശരിയാക്കി തന്നിട്ടുണ്ട്. കാഴ്ചകളും തിരിച്ചു കിട്ടി, കണ്ണട ഒഴിവായി. അപ്പോൾ അത്രയും പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് ഇതുവരെ ഇവിടുന്ന് കിട്ടിയത്. ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ ഇങ്ങനൊരു ഹോസ്പിറ്റൽ കൊണ്ട് മാത്രമാണ് ഞാനിപ്പം എൻ്റെ കരിയർ ഓപ്ഷനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തതും ഇപ്പം ഞാൻ അതിൽ നിൽക്കുന്നതും. ഞാൻ 10ാം വയസ്സിലായിരുന്നു ഇവിടെ വന്നത്. 12ാം വയസ്സിൽ തന്നെ എല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ മരുന്നോ ഗ്ലാസ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ പേര് ഹർഷിത MK. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എനിക്കിപ്പോൾ 23 വയസ്സായി. ഞാൻ ഒരു ജന്മന ഷോർട്ട് സൈറ്റ് ആയിട്ട് ജനിച്ച വ്യക്തിയാണ്. ഒരു 4ാം ക്ലാസ് എൻ്റെ ഒരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഒരു കണ്ണിന് തീരെ കാഴ്ചശക്തി ഇല്ല, അത് ടോട്ടലി ബ്ലൈൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞ സംഭവം. അപ്പം അങ്ങനെ ആ ഒരു സ്കൂൾ മെഡിക്കൽ ക്യാമ്പിലാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. എന്നിട്ട് നേരെ പ്രിസ്ക്രൈബ് ചെയ്തെന്ന പോലെ ഞങ്ങൾ അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോയത്. എൻ്റെ ഒരു 7th സ്റ്റാൻഡേർഡ് വരെ, ഒരു 4th സ്റ്റാൻഡേർഡ് ടു 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ലീപ്പിൽ ഞങ്ങൾ അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, സ്പെക്സ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രോഗ്രസ് കണ്ടില്ല ഈ ഒരു ചികിത്സയ്ക്ക്. വെറുതെ സ്പെക്സിൻ്റെ പവർ കൂട്ടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രോഗ്രസ് ഇല്ല വിഷ്വലി ഞാൻ കാണുന്നതിൽ. അങ്ങനെ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് KSRTCയിലാണ്. അച്ഛൻ്റെ ഫ്രണ്ട് വഴിയാണ് എൻ്റെ ഫാമിലി ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കണ്ണൂരുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങളൊരു എന്തായാലും ആയുർവേദം ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത പോലെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു. നമുക്കൊരു ഹോപ്പ് കിട്ടിയതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വഴി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഇതിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ എടുത്തത്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ഒരു 21 ഡേയ്സ്, അത് കഴിഞ്ഞിട്ട് ഒരു 7 ഡേ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ഞാനിവിടെ എടുത്തത്. എനിക്ക് അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് ശേഷം തന്നെ നല്ലൊരു പ്രോഗ്രസ് എൻ്റെ വിഷ്വലി നമ്മളിപ്പം റീഡ് ചെയ്യുന്ന ആ ലെറ്റർ പാഡിൽ ഫസ്റ്റ് ലെറ്റർ ഞാൻ കാണാനുണ്ടായത്. യൂഷ്വലി എൻ്റെ ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ബാക്ക് ബെഞ്ചിലിരുന്ന ബോർഡ് കാണാത്ത ഞാൻ ഒരു ലെറ്റർ വായിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് എൻ്റെ പ്രോഗ്രസ് ഫസ്റ്റ് ഇമ്പ്രൂവ് ആയത്, എൻ്റെ വിഷ്വൽ സൈറ്റ്. അങ്ങനെ നമ്മൾ നിന്ന സമയത്ത് പിന്നെ നമ്മൾ ഒരു പ്രോഗ്രസ് കണ്ട സമയത്ത് നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വെച്ചു. അങ്ങനെ ബാക്കി 7 ഡേ ഒരു ഗ്യാപ്പ് ഇട്ട് 1 ഇയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം ഇപ്പം എനിക്ക് 23 വയസ്സായി. സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഞാനിപ്പം. ഇപ്പം നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വിഷ്വലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫീൽഡാണ്. ഇപ്പം ഞാൻ എൻ്റെ കരിയർ ചൂസ് ചെയ്തിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ ഇങ്ങനൊരു ഹോസ്പിറ്റൽ കൊണ്ട് മാത്രമാണ് ഞാനിപ്പം എൻ്റെ കരിയർ ഓപ്ഷനായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തതും ഇപ്പം ഞാൻ അതിൽ നിൽക്കുന്നതും. ഇവിടെയായിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ദൈവം ആദ്യം നിർമ്മിച്ച പർദീസായെ പോലെ എനിക്ക് തോന്നി. ജീവനം ഹോസ്പിറ്റൽ ഹാസ് ഗോട്ട് ഓൾ ദീസ് സച്ച് ഫെസിലിറ്റീസ് ആൻഡ് good care they give to the patients, and probably they have very good remedies, very good treatments for different kind of ailments. എൻ്റെ പേര് അസീന, ഇതെൻ്റെ മകൾ ഷിസ ഫാത്തിമ. നമ്മൾ കണ്ണൂർ തളിപ്പറമ്പ് കുർമാത്തൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ മകൾക്ക് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ണിന് പെട്ടെന്ന് കോങ്ങണ്ണായതാണ്. പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഓപ്പറേഷൻ ചെയ്തിട്ട് കോങ്കണ്ണ് ശരിയായിട്ടില്ല, കാഴ്ച നഷ്ടപ്പെട്ടു. വീണ്ടും 6 മാസം കഴിഞ്ഞാട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇവിടെ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നോട് ജീവനം ആയുർവേദ എന്ന സ്ഥാപനമുണ്ട്, അവിടെ പോയാൽ നിങ്ങളെല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടെന്ന് പറഞ്ഞു. നമ്മളവിടെ പോയി 7 ദിവസം 14 ദിവസം അവിടെ കടന്ന് ചികിത്സിച്ചു. അൽഹംദുലില്ലാ ഇപ്പോൾ എൻ്റെ മകളുടെ കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി, കോങ്കണ്ണും ശരിയായി. ആ ഓപ്പറേഷൻ ഇല്ലാതെ ജീവന ആയുർവേദം ഹോസ്പിറ്റലിൽ എൻ്റെ മകളെ കണ്ണ് ശരിയാക്കി തന്നിട്ടുണ്ട്. കാഴ്ചകളും തിരിച്ചു കിട്ടി, കണ്ണട ഒഴിവായി. ഇപ്പം നമ്മൾ എക്സാം വരെ എഴുതിയത് കണ്ണടയില്ലാതെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ജീവന ആയുർവേദ ഹോസ്പിറ്റലിനോട്, അവിടുത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ ഈ ഒരു വീഡിയോയിൽ കൂടെ വേറെ ഒരാൾക്കും ഇവിടെ സഹായമാകുമെങ്കിൽ അതിനു വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.